நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശിവകാരുണ്യത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞ മാണിക്യവാചകർ ഈ അധ്യായത്തിൽ ഒരു പ്രത്യേക ഗാന നാടൻ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ചാഴൽ എന്നാണ് തമിഴിൽ പറയുക. തമിഴിൽ ഉച്ചരിക്കുമ്പോൾ അത് സാഴൽ എന്നാണ്, നാം മലയാളികൾ ഉച്ചരിക്കുമ്പോൾ അത് ചാഴൽ എന്നാണ്. ചാഴൽ എന്ന് വെച്ചാൽ കളിവാക്ക് ചൊല്ലുക എന്നാണ് അർത്ഥം. രണ്ട് സ്ത്രീകൾ പരസ്പരം കളിവാക്ക് ചൊല്ലുന്നതാണ് ഈ ചാഴൽ. ആ ചാഴലിൻ്റെ രൂപത്തിലാണ് മാണിക്യവാചകർ ഈ പാട്ടുകൾ നിബന്ധിച്ചിരിക്കുന്നത്. അതിൽ ഇതാണ് ചാഴലിലെ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്ത്രീ ഉത്തരം പറയാം. അപ്പോൾ 4 വരികളുള്ള കവിതയാണിത്. അതായത് ആദ്യത്തെ 2 വരികൾ ചോദ്യവും അവസാനത്തെ 2 വരികൾ ഉത്തരവുമാണ്. അത് 2 സ്ത്രീകളാണ് പറയുന്നത്. ചോദ്യം ചോദിക്കുന്ന ഒരു സ്ത്രീ, ഉത്തരം പറയുന്നത് വേറൊരു സ്ത്രീ. ഈ സാഴൽ പാട്ടുകൾ മിസ്റ്റിക് അനുഭൂതി നിറഞ്ഞവയാണ് പലപ്പോഴും. അതായത് ഗോപികമാരൊക്കെ പലപ്പോഴും ഭാഗവതത്തിലെ ഗോപികമാർ ഇതേപോലെ ചാഴൽ നടത്തുന്നതായിട്ട് തമിഴിൽ ഒരുപാട് ചാഴൽ കവിതകളുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചാഴലിൻ്റെ ഒരു വിഭാഗമാണ് കുറത്തിയാട്ടം. അതായത് കുറവനും കുറത്തിയും, അല്ലെങ്കിൽ 2 കുറത്തിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്തുകൊണ്ട് നൃത്തമാടുന്ന വിശേഷമാണ് കുറത്തിയാട്ടം. ഇത് കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു ഈ കുറത്തിയാട്ടം. ഈ ചാഴലിൻ്റെ ഒരു വിഭാഗമാണ് കുറത്തിയാട്ടം. കുറത്തിയാട്ടം രസമാണ് കാണാൻ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇത് വളരെ രസകരമായ ഒരു അനുഭവമാണ്. കുറവനും കുറത്തിയും, അല്ലെങ്കിൽ 2 കുറത്തിമാർ പരസ്പരം നടത്തുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരുതരം പ്രത്യേക തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഹാസ്യാത്മകമായ സ്വഭാവം ഉൾക്കൊള്ളുന്നവയാണ്. ഉത്തരവും ഹാസ്യാത്മക സ്വഭാവം ഉൾക്കൊള്ളുന്നവയാണ്. കുട്ടിക്കാലങ്ങളിൽ കുട്ടികൾ ക്ഷേത്രങ്ങളിൽ ഈ കുറത്തിയാട്ടം കാണാൻ പോകാറുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ വീടിന് തൊട്ടടുത്ത് പെരുവാരം മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവകാലത്ത് 10 ദിവസത്തിൽ ആദ്യത്തെ 5-6 ദിവസവും ഈ കുറത്തിയാട്ടം അരങ്ങേറുന്നുണ്ട്. അപ്പോൾ കുട്ടികളായ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ കുറത്തിയാട്ടം കാണാൻ പോകുന്നുണ്ട്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വൈക്കം തങ്കമണി പിള്ള എന്ന് പറഞ്ഞ ഒരു കലാകാരനായിരുന്നു ഈ കുറത്തിയാട്ടത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത്. അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ ഉത്സവ സമയത്ത് 5-6 ദിവസങ്ങളിൽ ആ ഗ്രൂപ്പിനെയും കൊണ്ടുവന്നിട്ട് ഈ കുറത്തിയാട്ടം അഭിനയിക്കുമായിരുന്നു. കുട്ടിക്കാലത്തെ സന്തോഷപൂർണ്ണമാക്കിയ നിമിഷങ്ങളായിരുന്നു ആ കുറത്തിയാട്ടം കാണാൻ പോയ ദിവസങ്ങളെല്ലാം തന്നെ. ഇന്ന് ആ കലാകാരൻ തങ്കമണിപ്പിള്ള ജീവിച്ചിരിപ്പില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഇപ്പോഴും കുറത്തിയാട്ടം ക്ഷേത്രങ്ങളിലെ ഉത്സവവേളകളിൽ അവതരിപ്പിക്കാറുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാഴൽ വിഭാഗത്തിൽപ്പെട്ട കവിതകൾ മാണിക്യവാചകർ എഴുതാനൊരു കാരണം കൂടിയുണ്ട്. അതായത് ബുദ്ധമതാനിയായ ഒരു സിംഹള രാജകുമാരി തൻ്റെ ബുദ്ധഭിക്ഷുവിനോടൊപ്പം തമിഴകത്ത് വന്നിരുന്നു. തമിഴകത്ത് വന്നപ്പോൾ ആ രാജകുമാരി ഊമയായിരുന്നു, സംസാരിക്കില്ല. അപ്പോഴാണ് തമിഴകത്ത് തില്ലയിൽ വച്ചിട്ട് മാണിക്യവാചകരെ ആ രാജകുമാരി കാണുന്നത്.
എങ്ങനെയോ മാണിക്യവാചകരിൽ ആകൃഷ്ടയായി തീർന്ന ആ രാജകുമാരി അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി തീർന്നു. അതോടെ ശിവവിശ്വാസിയായി തീരുകയും ചെയ്തു. അങ്ങനെ മാണിക്യവാചകരുടെ ആ ശിഷ്യ മാണിക്യവാചകരുടെ സമ്പർക്കത്താൽ ശിവൻ്റെ വലിയ ഭക്തയായി തീർന്നു. മാത്രമല്ല അവർക്കൊരു സമയം സംസാരിക്കാനുള്ള കഴിവ് തിരിച്ചു കിട്ടുകയും ചെയ്തു. വളരെ വേഗത്തിലും മനോഹരമായിട്ടും പാണ്ഡിത്യോചിതമായും സംസാരിക്കാനുള്ള കഴിവ് ഈ രാജകുമാരി മാണിക്യവാചകരുടെ സമ്പർക്കത്തിൽ നിന്ന് നേടിയെടുത്തു. ഈ രാജകുമാരിയുടെ കൂടെ ഒരു ബുദ്ധഭിക്ഷു വന്നിരുന്നു. ആ ബുദ്ധഭിക്ഷുവിന് ഒന്നും ഇഷ്ടമായിരുന്നില്ല. ബുദ്ധഭിക്ഷു രാജകുമാരിയോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു. ശിവനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് വളരെ പണ്ഡിതോചിതമായ മറുപടിയാണ് രാജകുമാരി പറഞ്ഞിരുന്നത്. അപ്പോൾ ബുദ്ധഭിക്ഷു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം രാജകുമാരി നിരന്തരം പണ്ഡിതോചിതമായ മറുപടികൾ പറഞ്ഞ് ആ ബുദ്ധഭിക്ഷുവിനെയും ശിവൻ്റെ അടിമയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. മാണിക്യവാചകർ ഈ രാജകുമാരിയുടെ ഉത്തരങ്ങളും അതുപോലെ ബുദ്ധഭിക്ഷുവിൻ്റെ ചോദ്യങ്ങളുമെല്ലാം കവിതയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. മാണിക്യവാചകരുടെ ആ ഹൃദയഭാവം തെളിഞ്ഞു കാണുന്ന കവിതയാണ് ഈ തിരുച്ചാഴൽ. തിരുച്ചാഴൽ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ കളിവാക്ക് ചൊല്ലൽ എന്നാണ് ഇതിന് അർത്ഥം. അപ്പോൾ ശരിക്കൊരു വെർബൽ ആയിട്ടുള്ള ഒരു സംഭാഷണ രീതിയാണ് ഈ ചാഴൽ എന്ന് പറയുന്നത്. ഈ ചാഴൽ ആധുനിക കാലത്തും രസകരമായ രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഭാഗവതത്തിലെ മിസ്റ്റിക് അനുഭൂതികൾ ഈ രീതിയിൽ തമിഴ് കവിതകളിൽ നാം കാണുന്നുണ്ട്. മലയാളത്തിൽ ഇതിന് ശരിക്കും ഉദാഹരണം എന്ന് പറയാനില്ല, എന്നാലും ഇതേ സ്വഭാവം പ്രകടിപ്പിക്കുന്ന 2 കവിതകളുണ്ട്. അതായത് സുഗതകുമാരിയുടെ ഒരു ഗോപിക പറയുന്നുണ്ട്, കൃഷ്ണ നീ എന്നെ അറിയില്ല. അവരുടെ ഒരു പ്രശസ്തമായ കവിത തന്നെയാണ് സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല. ഒരു ഗോപിക കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് പരിഭവം പൂണ്ട് കൃഷ്ണനോട് പറയുന്നതാണ്, അല്ലയോ കൃഷ്ണ നീ എന്നെ അറിയുന്നില്ല. അതിന് മറുപടിയായിട്ട് അയ്യപ്പ പണിക്കർ എന്ന കവി ഒരു മറുപടി ഗീതം, ഗോപിക ദണ്ഡകം എന്നാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു, എഴുതുകയുണ്ടായി. അതിൽ പറയുന്നുണ്ട്, ഈ ഗോപികയുടെ സുഗതകുമാരിയുടെ ഗോപിക കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന ചോദ്യത്തിന് അയ്യപ്പ പണിക്കരുടെ കൃഷ്ണൻ മറുപടി പറയുന്നുണ്ട്, അറിയുന്നു നിന്നെ ഞാൻ ഗോപികയെ, നീയില്ല എങ്കിൽ നിൻവ്രത ഭക്തിയില്ല എങ്കിൽ ഈ ശ്യാമകൃഷ്ണൻ വെറും കരിക്കട്ട. അങ്ങനെ സുഗതകുമാരിയുടെ ഗോപികയ്ക്കുള്ള മറുപടി എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ ശ്രീകൃഷ്ണനെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ദണ്ഡകം എഴുതിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാഴൽ കവിതകളുമായി ബന്ധമുള്ള കവിതകൾ മലയാളത്തിലുണ്ട്. ചില ബാലകവിതകൾ കുമാരനാശാൻ്റേത് ഈ രീതിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ചാഴൽ രീതിയിൽ എഴുതപ്പെട്ട കവിതയാണ്. അതല്ലല്ലോ വിഷയം, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു തോഴി ചോദ്യം ചോദിക്കുന്നു, മറ്റൊരു തോഴി അതിന് ഉത്തരം പറയുന്നു. നമുക്ക് നോക്കാം. ഭസ്മം പൂശുന്നു നാഥൻ പാമ്പിനെ ധരിക്കുന്നു, ചൊല്ലൂ രഹസ്യമെല്ലെന്നാകെ എന്തെന്നോ തോഴി. എന്തിനാണ് ശിവൻ ഭസ്മം പൂശുന്നത്? എന്തിനാണ് നാഥൻ പാമ്പിനെ ധരിക്കുന്നത്? ഇതാണ് ഒരു തോഴിയുടെ സംശയം. അതിന് മറ്റൊരു തോഴി ഉത്തരം പറയുന്നതും, ഭസ്മം പൂശുന്നതും മേൽ പാമ്പിനെ ധരിപ്പതും ഭൂമിയിൽ ജീവന്മാരെ രക്ഷിച്ചു കൊള്ളാനല്ലോ. ഭൂമിയിലെ ജീവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ശിവൻ ഭസ്മം പൂശുന്നതും അതേപോലെ പാമ്പിനെ ശരീരത്തിൽ അണിയുന്നതും. അതായത് ലോകം നശ്വരമാണെന്നും മിഥ്യാനാശത്തിൽ സനാതന ബ്രഹ്മത്തിൻ്റെ നിത്യമംഗളത്വം പ്രകാശിക്കുമെന്നും സൂചിപ്പിക്കാനാണ് ശിവൻ ഭസ്മം ധരിക്കുന്നത്.
സംസാര ജീവിതം വിഷമയമാണ് എന്നതിനെ ശിവൻ പാമ്പ് ധരിക്കുന്നതായി സൂചിപ്പിക്കുന്നു. ജീർണവസ്ത്രങ്ങൾ ഉടുക്കുന്നത് ദേഹമേ അതാണെന്ന് കാണിക്കാനുമാണ്. അപ്പോൾ ദേഹം നശ്വരമാണ്. ഈ മിഥ്യാനാശത്തിൽ സനാതന ബ്രഹ്മത്തിൻ്റെ നിത്യമംഗളത്വം പ്രകാശിക്കുന്നു. അപ്പോൾ ഭസ്മം എന്നുള്ളത് ഈ സനാതന ബ്രഹ്മത്തിൻ്റെ നിത്യമംഗളത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. അതുപോലെ സംസാര ജീവിതം വിഷമയമാണ് എന്ന് ധരിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ പാമ്പിനെ, വിഷം നിറഞ്ഞ പാമ്പിനെ ശരീരത്തിൽ ധരിക്കുന്നത്. അപ്പോൾ ഈ സംസാര ജീവിതം വിഷമയമാണ് എന്ന് ഈ സർപ്പധാരണത്തിലൂടെ ശിവൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. ഭസ്മം പൂശുന്നു നാഥൻ പാമ്പിനെ ധരിക്കുന്നു, ചൊല്ലൂ രഹസ്യമല്ലെന്നാകിൽ എന്തിനോ തോഴി. ഭസ്മം പൂശുന്നത് മേൽ പാമ്പിനെ ധരിപ്പതും ഭൂമിയിൽ ജീവന്മാരെ രക്ഷിച്ചുകൊള്ളാനല്ലോ. ഇനി അടുത്ത ചോദ്യം തോഴിയുടേതാണ്. കീറിപ്പറഞ്ഞ വസ്ത്രം തച്ചുടുക്കുന്നു, തൻ്റെ കൗപീനം പോലെ നാഥൻ എന്തിന് ആര്യം. വേദങ്ങൾ, അതിനുത്തരം ഇതാണ്. വേദങ്ങളെല്ലാം തൻ അരഞ്ഞാണായിത്തീർന്നുവെന്ന വേദാർത്ഥ സാരമത്രേ കൗപീനമായതോർക്കൂ. എന്തിനാണ് കീറിപ്പറഞ്ഞ കൗപീനം തുന്നി വീണ്ടും ശിവൻ ഉടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. വേദങ്ങൾ അരഞ്ഞാണാണ്. ആ അരഞ്ഞാണായി തീർന്നുവെന്ന വേദാർത്ഥ സാരമത്രേ കൗപീനമായത് ഓർക്കൂ. എല്ലാം ഒടുങ്ങിയെടുത്ത് താൻ മാത്രം ശേഷിക്കുന്നുവെന്നതിനെ ലോകത്തറിയിക്കാൻ വേണ്ടി ശിവൻ ശ്മശാനത്ത് തന്നെ വസിക്കുകയാണ്. തൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി ശിവൻ കീറിപ്പറിഞ്ഞ വസ്ത്രം തച്ചുടുക്കുന്നു. അങ്ങനെ കീറിപ്പറിഞ്ഞ വസ്ത്രം നിഷ്കിഞ്ചനത്വത്തിൻ്റെ പ്രതീകമാണ്. അതായത് താൻ എല്ലാത്തിൻ്റെയും ഉടയവനാണെങ്കിലും സത്യത്തിൽ താൻ ഒന്നിൻ്റെയും ഉടമയല്ല എന്ന അവസ്ഥ. എല്ലാം തനിക്കുണ്ടെങ്കിലും താൻ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന അവസ്ഥ. പിന്നെ വേദങ്ങളുടെ അരഞ്ഞാണാണ് ധരിച്ചിരിക്കുന്നത്. ഈ വേദങ്ങളാണ് അരഞ്ഞാണായി ധരിച്ചിരിക്കുന്നത്. അതിലാണ് കൗപീനം ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ വേദങ്ങളാകുന്ന അരഞ്ഞാണായി തീർന്ന ആ വേദാർത്ഥ സാരമാണ് കൗപീനം. അപ്പോൾ വേദമാണ് അരഞ്ഞാണമായി ധരിച്ചിരിക്കുന്നത്. വേദാർത്ഥത്തിൻ്റെ സാരമാണ് കൗപീനം. അപ്പോൾ കൗപീനം എന്നുള്ളത് വേദാർത്ഥത്തിൻ്റെ സാരമത്രേ എന്നാണ് തോഴി അതിന് മറുപടി പറയുന്നത്. കീറിപ്പറിഞ്ഞ വസ്ത്രം തച്ചുടുക്കുന്നു, തൻ്റെ കൗപീനം പോലെ നാഥൻ എന്തിനെന്നുരച്ചിടൂ. വേദങ്ങളെല്ലാം തന്നെ അരഞ്ഞാണായി തീർന്നു എന്ന വേദാർത്ഥ സാരമത്രേ കൗപീനമായതോർക്കൂ. ഇനി അടുത്ത ഭാഗം. ആലയം ശ്മശാനം തന്നാടയോ പുലിത്തോലും ഇല്ല ഇച്ഛ നമ്മമാരും ഈശൻ നിനച്ചിരിപ്പോന് താൻ ഏകനാണെന്നാലും ഈശന് കോപം വന്നാൽ ഈ ജഗത്ത് അപ്പോൾ ഭസ്മധൂളിയായി ഭവിച്ചിടും. ശിവൻ എങ്ങനെയുള്ളതാണ്? ആലയം ശ്മശാനമാണ്. ശിവൻ വസിക്കുന്നത് ശ്മശാനഭൂമിയിലാണ്. എല്ലാം ഒടുങ്ങുന്നിടത്താണ് ആ അധ്യാത്മവിദ്യാലയമായ ആ ചുടുകാട്ടിലാണ് ശിവൻ്റെ വീട്. പിന്നെ ധരിച്ചിരിക്കുന്നത് എന്താ? പുലിത്തോലാണ്. ശിവന് ഒന്നിലും ഇച്ഛയില്ല. എന്താണ് ഇതിന് കാരണമെന്ന് തോഴി ചോദിക്കുകയാണ്. അതിന് ഉത്തരം ഇതാണ്. താൻ ഏകനാണെന്നാൽ താൻ ഏകനാണ്. ഏകനായതുകൊണ്ടാണ് ശിവൻ ശ്മശാനത്തിൽ വസിക്കുന്നത്. ഏകനാണ് അനേകമായിട്ട് പിരിയുന്നത്. ഏകൻ എന്ന് നാം കാണാറുള്ളതാണ്. ശിവനെ ഏകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് ശിവൻ മാത്രമായി ജീവിക്കുന്നു. ഏകനാണ് പിന്നെ പലതായി പിരിയുന്നത്. പിന്നെ ഈശന് കോപം വന്നാൽ
ഈ ജഗത്ത് ഭസ്മത്തൂളിയായി മാറും. അതേസമയം ഈശ്വരന് കോപം വന്നാലോ എന്താണ്? ഈ ലോകത്തെ മുഴുവനും ഭസ്മമാക്കാൻ, അതായത് സംഹാരം നടത്താൻ ശിവന് കഴിയും. അപ്പോൾ സംഹാരരൂപിയായ ശിവനും അതേപോലെ സൃഷ്ടിരൂപിയായ ശിവനും ഒരാൾ തന്നെ. ഇവിടെ കോപം വന്നാൽ ഈ ജഗത്തിനെ മുഴുവനും ഭസ്മത്തൂളിയാക്കി മാറ്റുന്നു. താൻ അഹങ്കാരത്തെ അടക്കുന്നവനാണെന്ന് കാണിക്കാൻ പുലിത്തോൽ എടുത്തിരിക്കുകയാണ്. പിന്നെ ശിവൻ സ്വയംഭൂവാണ്. സർവസങ്കല്പങ്ങൾക്കും താനാണ് ആധാരം എന്ന് കാണിക്കാൻ വേണ്ടി ഏകാന്തതയിൽ ഇരിക്കുന്നു. അപ്പോൾ ഏകാന്തതയിലിരിക്കുന്ന എല്ലാത്തിൻ്റെയും ആധാരം താനാണ്. ഇനി അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ബ്രഹ്മാവിനെയും കാമനെയും മുൻകാലനെയും അംഗത്താ ശിവൻ ദണ്ഡിച്ചെന്തിനോ ചന്ദ്രനെയും ദേവാദികൾക്ക് ചെയ്തതെല്ലാം ജയം വരുത്താൻ ഹേതുവായി ഭവിക്കില്ലേ തോഴി നീ കുഴലൂതു. ഇനി അടുത്ത പാടൽ ഇതാണ്. ബ്രഹ്മാവിനെയും കാമനെയും കാലനെയും അംഗത്തിൽ യുദ്ധത്തിൽ ശിവൻ ദണ്ഡിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണത്? അതിനുള്ള ഉത്തരം ഇതാണ്. ദേവാദികൾക്ക് ചെയ്തതെല്ലാം ജയം വരുത്താൻ വേണ്ടി, അവരെ ജയിപ്പിക്കാൻ വേണ്ടി, അവരെ യുദ്ധത്തിൽ ജയിപ്പിക്കാൻ വേണ്ടി താൻ അവരെ തോൽപ്പിച്ചതാണ്. താൻ തോൽപ്പിച്ചാൽ മാത്രമേ അവർ യുദ്ധത്തിൽ, പിന്നീടുള്ള അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയം വരിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അല്ലയോ തോഴി ശിവൻ ഈ ബ്രഹ്മാവിനെയും കാമദേവനെയും കാലനെയും എല്ലാം അംഗത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അവർക്ക് പിന്നീട് വിജയിക്കാൻ വേണ്ടിയാണ് ആദ്യ പരാജയം ശിവൻ സമ്മാനിച്ചത് എന്നാണ് ഇവിടെ തോഴി അതിന് മറുപടി പറയുന്നത്. നാൻമുഖൻ വിഷ്ണുവും പണ്ടടിമുടി തേടിയിട്ടും കാണാനൊക്കാതെ പാതാളം മുതൽ അഗ്നിയായി അണ്ടവും താണ്ടി നിന്ന ഹേതുവെന്ത്? അവർക്കുള്ള ഒരഹങ്കാരം തീർക്കാനെന്ന് തോഴിയെ കുഴലൂതു. അപ്പോൾ പണ്ട് നാൻമുഖൻ ബ്രഹ്മാവും വിഷ്ണുവും ശിവൻ്റെ അടിയും മുടിയും തേടി നടന്നിട്ടും പാതാളം മുതൽ അഗ്നിയായി അണ്ടവും താണ്ടി, പാതാളം വരെ പോയിട്ടും അടി കാണാൻ പറ്റില്ല. അതുപോലെ മുകളിലേക്ക് പോയിട്ടും ആ ശിരസ്സും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ വിഷ്ണുവും അതേപോലെ നാൻമുഖനും പരാജയപ്പെട്ടു. എന്താണ് ഈ പരാജയത്തിന് കാരണം? അവരുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻ അവരെ പരാജയപ്പെടുത്തി തൻ്റെ ആ രൂപം കാണിച്ചു കൊടുക്കാതിരുന്നത്. നാൻമുഖൻ വിഷ്ണുവും പണ്ടടിമുടി തേടിയിട്ടും കാണാനൊക്കാതെ പാതാളം മുതൽ അഗ്നിയായി അണ്ടവും താണ്ടി നിന്ന ഹേതുവെന്ത്? അവർക്കുള്ള ഒരഹങ്കാരം തീർക്കാനെന്ന് തോഴി. അപ്പോൾ അവരുടെ അഹങ്കാരം തീർക്കാൻ, ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് താൻ അവർക്ക് ദർശനം കൊടുക്കാതിരുന്നത് എന്നാണ് ശിവൻ അതിന് മറുപടി പറയുന്നത്. അപ്പോൾ ഈ തോഴിമാരുടെ ചോദ്യവും ഉത്തരം എന്ന രീതിയിൽ വളരെ മനോഹരമായി ഒരു നാടൻ ഗാനരീതി വിശേഷത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് മാണിക്യവാചകർ ഇവിടെ കാവ്യം രചിച്ചിരിക്കുന്നത്. അപ്പോൾ മാണിക്യവാചകരുടെ തിരുവാചകത്തിലെ മിക്കവാറും ഭാഗങ്ങളെല്ലാം തന്നെ ഇതേപോലെ നാടൻ ഫോക്ക് സോങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫോക്ക് കലാരൂപങ്ങളുമായിട്ട്, നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങളുമായിട്ട് അത്യഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. സാധാരണക്കാരുടെ ഭാഷയിൽ സാധാരണക്കാരുടെ കാവ്യരീതിയിലാണ് മാണിക്യവാചകർ തിരുവാചകം രചിച്ചിരിക്കുന്നത്. അപ്പോൾ പണ്ഡിതന്മാർക്ക് വേണ്ടിയില്ല, ആ ഹൃദയവിശുദ്ധിയുള്ള താഴ്ചയിൽ വെച്ച് താഴ്ന്നു നിൽക്കുന്ന ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അവരുടേതായ ഗാനരീതിയിൽ അവരുടേതായ നാടൻ കലാരൂപത്തിൽ ഈ തിരുവാചകം വിരചിക്കപ്പെട്ടത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ ശിവനെ പ്രതിഷ്ഠിക്കാൻ
മാണിക്യവാചകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശിവ ആരാധന വളരെ പോപ്പുലറാക്കിയതിലെ പ്രധാനപ്പെട്ട ഘടകം തിരുവാചകമാണ്. മാണിക്യവാചക തിരുവാചകം ശിവൻ്റെ വിഭൂതിയെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും നമുക്ക് ശിവസാക്ഷാത്കാരം നേടിത്തരികയും ചെയ്യുന്ന ഒരു മഹോന്നതമായ എന്താ പറയുക, ഒരു മന്ത്രകാവ്യം എന്ന് തന്നെ വിളിക്കാം. ഒരു മന്ത്രകാവ്യമാണ് ഈ തിരുവാചകം. അതിലെ വാക്കുകൾ, തമിഴ് വാക്കുകൾ ഓരോന്നിനും മന്ത്രാത്മകമായ ശക്തിവിശേഷങ്ങളുണ്ട്. ചാഴൽ എന്ന വാക്ക് തന്നെ മന്ത്രശക്തിയുള്ള വാക്കാണ്, കളിവാക്കാണ്. പക്ഷേ ആ കളിവാക്കിന് പോലും മന്ത്രാത്മകമായ അർത്ഥതലങ്ങളും യോഗാത്മകമായ അനുഭൂതി വിശേഷങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ശരിക്കും ശിവനുമായി നാം കൂടുതൽ ബന്ധം പുലർത്തിയാണ്. ആത്മബന്ധം ശിവനുമായി നമുക്കുണ്ടാകുന്നു. അതിലൂടെ നമ്മുടെ മനസ്സ് ശാന്തമാകുകയും മനസ്സ് തന്നെ ഇല്ലാത്ത ശിവാത്മകമായ മനസ്സ് നമുക്ക് സ്വന്തമായി ലഭിക്കുകയും ചെയ്യുന്നു. ഓം ശിവായ നമഃ.